അകാല രാഷ്ട്രീയ മരണത്തിൽ നിന്ന് കരകയറാനായി അവസാനവട്ട ശ്രമം നടത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അധികം പ്രായമാകാതെ മരണപ്പെടുന്നതിനെയാണ് അകാല മരണം എന്ന് പറയുക. അധികാര രാഷ്ട്രീയത്തിൽ പിച്ച വച്ചു തുടങ്ങും മുമ്പേ സ്വന്തം കുഴിവെട്ടിയ രാഹുൽ സ്വയം അകാല രാഷ്ട്രീയ മരണം ഏറ്റുവാങ്ങുകയായിരുന്നു. പ്രതിപക്ഷ ബഹുമാനം പോയിട്ട് സ്വന്തം പാർട്ടിയിലെ നേതാക്കളോട് പോലും ബഹുമാനം കാണിക്കാതെ ഷാഫി പറമ്പിലിന്റെ തണലിൽ വളർന്നു വന്ന രാഹുൽ ഇപ്പോൾ ഈ അകാല രാഷ്ട്രീയ മരണത്തിൽ നിന്ന് കരകയറാൻ അവസാനവട്ട ജീവൻ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. തുടർച്ചയായി 2 ടേമുകളിൽ അധികാരം നഷ്ടപ്പെട്ടതിന് ശേഷം കേരളത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പാണിത്. ഒരു കാലത്ത് ഇന്ത്യ അടക്കി ഭരിച്ചിരുന്ന കോൺഗ്രസിന് ഇന്ന് 3 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് മുഖ്യമന്ത്രിമാർ ഉള്ളത്. അങ്ങനെ കോൺഗ്രസിന്റെ തന്നെ ജീവൻ മരണ പോരാട്ടമായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ സ്റ്റാർ ക്യാമ്പയിനറായി തിളങ്ങേണ്ടിയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ടുതന്നെ ഇപ്പോൾ പുറത്താണ്. എതിർ പാർട്ടിക്കാരെക്കാൾ സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കെല്ലാം രാഹുലിന്റെ കയ്യിലിരിപ്പ് സംബന്ധിച്ച് വ്യക്തമായ ധാരണയുള്ളതിനാൽ തന്നെ കക്ഷിക്കിപ്പോൾ പാർട്ടി മെമ്പർഷിപ്പ് പോലുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റാലും ജയിച്ചാലും രാഹുൽ എന്ന വ്യക്തി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമാവുകയാണ്. ഇനിയൊരു തിരിച്ചുവരവില്ലെന്ന് രാഹുലിനും അറിയാം. അങ്ങനെയാണ് മെമ്പർഷിപ്പ് ഇല്ലെങ്കിലും കോൺഗ്രസുകാരൻ എന്ന നിലയിൽ എന്തൊക്കെയോ ഇടപെടലുകളൊക്കെ നടത്തി പിടിച്ചു നിൽക്കാൻ രാഹുൽ അവസാനവട്ട ശ്രമം നടത്തുന്നത്. കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയെങ്കിലും കോൺഗ്രസ് ലീഗ് അണികൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് ഹീറോ. വിസ്മൃതിയിലാവാതിരിക്കാൻ അവർക്ക് ഏതെങ്കിലും തീറ്റയിട്ട് കൊടുക്കുക എന്നതാണ് രാഹുലിന്റെ തന്ത്രം. സ്ഥാനാർത്ഥി നിർണയത്തിലോ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലോ യാതൊരു റോളുമില്ലാതിരുന്ന രാഹുലിന് കണ്ണൂരിൽ കെ സുധാകരൻ ഇടഞ്ഞത് ഒരു സുവർണാവസരമായി. കണ്ണൂരിൽ കെ സുധാകരനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാൽ ആഹ്ലാദത്തോടെ ഏറ്റെടുക്കുമെന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു. സ്ഥാനാർത്ഥിയായില്ലെങ്കിൽ കെ സുധാകരൻ തെരഞ്ഞെടുപ്പിൽ നയിക്കണമെന്നും പദവികളല്ല പ്രവർത്തകരുടെ മനസ്സിലെ സ്ഥാനമാണ് വലുതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചു. ജീവന തുല്യം അങ്ങയെ സ്നേഹിക്കുന്ന ഞങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരെ സങ്കടപ്പെടുത്തരുതെന്നും അങ്ങേക്കെതിരെ പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ മാനസികാവസ്ഥ ആലോചിക്കണമെന്നും രാഹുൽ വികാരാധീനനായി. രാഹുലിന്റെ സ്വന്തം സൈബർ പട തന്നെ പോസ്റ്റ് ഏറ്റെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഒരു യുവ നേതാവ് കാണിക്കുന്ന പക്വത കെ സുധാകരൻ കാണിക്കണമെന്ന് വരെ ഇവർ കമന്റുകൾ ഇട്ടു. എന്തായാലും ചില മാധ്യമങ്ങളെങ്കിലും ഇത് വാർത്തയാക്കി. എന്നാൽ കെ സുധാകരൻ ഹൈക്കമാൻഡിന് മുന്നിൽ മുട്ടുകുത്തിയതോടെ രാഹുലിന്റെ പോസ്റ്റ് രാഹുലിനെ പോലെ തന്നെ അപ്രസക്തമായി. അടിക്കും തമ്മിലടിക്കും വെട്ടിത്തിരുത്തലിനും ശേഷം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെ എല്ലാവരും റോഡ് ഷോയും റീലുകളും ഒക്കെയായി സൈബർ സ്പേസ് പിടിക്കാൻ തുടങ്ങി. രാഹുലിന്റെ ചിത്രം പ്രൊഫൈൽ പിക്ക് ആക്കിയിരുന്ന കട്ട കോൺഗ്രസുകാർ വരെ അത് മാറ്റി UDF സ്ഥാനാർത്ഥികളുടെ ചിത്രമാക്കാൻ തുടങ്ങിയതോടെ രാഹുൽ വീണ്ടും വിസ്മൃതിയിലാവാൻ തുടങ്ങി. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുലിനെതിരെ പാർട്ടി നടപടിയെടുത്തിരുന്നെങ്കിലും പാലക്കാട്ടെ സ്ഥാനാർത്ഥി ചർച്ചകളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും രാഹുൽ സജീവമായിരുന്നു. എന്നാൽ അതുപോലെയല്ല ഇപ്പോഴത്തെ അവസ്ഥ. അടുത്ത കൂട്ടുകാർ പോലും പരസ്യമായി വന്ന് മിണ്ടാൻ മടിക്കുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. ആരും പ്രചാരണത്തിന് വിളിക്കില്ല. ചുറ്റും ആളോ ആരവമോ മാധ്യമങ്ങളുടെ ക്യാമറകളോ ഇല്ല. അപ്പോഴാണ് പുതിയൊരു പരിപാടി രാഹുലിന്റെ ഭാഗത്തു നിന്നും വരുന്നത്. റാന്നിയിൽ UDF സ്ഥാനാർത്ഥി പഴകുളം മധുവിന്റെ പ്രചാരണത്തിനിടയിലേക്ക് കടന്നു വന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പുതിയ ഐറ്റം. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പഴകുളം മധുവിന്റെ റോഡ് ഷോ നടക്കുന്നതിനിടയിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കയറി വന്നത്. പ്രചാരണത്തിനായല്ല എത്തിയതെന്നും പാലക്കാട് നിന്നും അടൂരിലേക്ക് പോകുന്ന വഴിയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വഴിയിൽ അവിചാരിതമായി വണ്ടി നിർത്തിയപ്പോൾ മാധ്യമങ്ങൾ അവിചാരിതമായി അവിടെ എത്തുകയായിരുന്നു. അപ്പോൾ അവിചാരിതമായി അവിടെ എത്തിയ ഒരു പ്രവർത്തകന്റെ കയ്യിൽ അവിചാരിതമായി ഉണ്ടായിരുന്ന ഒരു ഷോൾ രാഹുലിനെ അണിയിക്കുകയും ചെയ്തു. എന്തായാലും സംഭവം വാർത്തയായി. കൂട്ടം കൂടിയ പ്രവർത്തകർ അവിചാരിതമായി എടുത്ത വീഡിയോകൾ റീലുകളായി അവിടെയും ഇവിടെയും ഒക്കെ ഓടുന്നുണ്ട്. എന്തായാലും അകാല രാഷ്ട്രീയ മരണത്തിൽ നിന്നും രക്ഷപ്പെടാനായി രാഹുൽ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ തന്നെയാണ് നടത്തുന്നത്. എന്നാൽ രാഹുൽ പാർട്ടിക്കുണ്ടാക്കിയ ഡാമേജ് ഒരു തരത്തിലും ചർച്ചയാവാതിരിക്കാൻ കടുത്ത ശ്രമം തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത്. ജാമ്യത്തിലിറങ്ങിയ ശേഷം പലവട്ടം പാലക്കാട് മത്സരിക്കുന്ന കാര്യം രാഹുൽ സൂചിപ്പിച്ചെങ്കിലും അതിനൊന്നും ഒരു മറുപടിയും നൽകാതെ നേതൃത്വം പൂർണ്ണമായി അവഗണിക്കുകയായിരുന്നു. ഒരു നിലയ്ക്കും പ്രതികരണം നടത്തി രാഹുലിന് വിസിബിലിറ്റി നൽകണ്ട എന്ന് തന്നെയായിരുന്നു VD സതീശന്റെയും നിലപാട്. എന്തായാലും ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെ ആയിക്കൂടാ എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതിൽ തർക്കമില്ല.